പോളിംഗിൻ്റെ വർധനവിനനുസരിച്ച് കേരളത്തിൽ ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് ചരിത്ര വിജയം നേടുന്ന ഒരു ഇലക്ഷനാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുമ്പ് ഇടതുപക്ഷത്തിന് 20-ൽ 18 സീറ്റ് കിട്ടി. അന്ന് പോളിംഗ് ശതമാനം വളരെയേറെ വർദ്ധിച്ചതുകൊണ്ടാണ് LDFന് അത്രയും സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുന്നത്. അതേ നിലയിലുള്ള ഒരവസ്ഥയിലേക്കാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ LDFന് ഇത്തവണ മുൻകാലങ്ങളിലേക്കാൾ നല്ല സാധ്യതയാണ് എല്ലാ പ്രദേശത്തും ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായ പരാതികളുണ്ട്. പല സ്ഥലത്തും വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ട ക്രമീകരണം സമ്പൂർണ്ണമായി പാളിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഈ ബൂത്തിൽ വന്നപ്പോഴും ആദ്യമായിട്ടാണ് ഇത്രയധികം സമയം ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ വോട്ടർമാർക്കുണ്ടായത്. ഇത് ക്രമീകരണത്തിൽ വന്നിട്ടുള്ള ഒരു അപാകതയാണ്. ഇതോടൊപ്പം തന്നെ ചില സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ള വോട്ടിംഗ് യന്ത്രത്തിനകത്ത് BJPയുടെ കേന്ദ്ര ഭരണകക്ഷിക്ക് വോട്ട് പോകുന്നു എന്നുള്ള ഏതിന് കുത്തിയാലും താമരക്ക് പോകുന്ന യന്ത്രവും വന്നിട്ടുണ്ട്. അപ്പോൾ മോദിയുടെ യന്ത്രം കേരളത്തിലും വന്നു എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സൂചന വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബൂത്തുകളിലും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്ന് വരുന്നത്. VVPAT സംവിധാനം വന്നതിൻ്റെ ഫലമായിട്ടും ധാരാളം പ്രശ്നങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇത്രയധികം സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ക്രമീകരണം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ 1200 വോട്ടർമാർ വരെ ഉണ്ടാകുമ്പോൾ ഒരു 600 വോട്ടർമാരുള്ളൊരു ബൂത്താണെങ്കിൽ ഇത് സാധിക്കും. VVPAT സംവിധാനം വന്ന പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥലത്തും പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. ഇത്രയും സമയമെടുക്കുമെന്ന് മനസ്സിലാക്കാതെ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമായി വലിയ ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് ചിലരെല്ലാം ക്യൂവിൽ വളരെയധികം നിൽക്കുന്ന സമയത്ത് കുഴഞ്ഞു വീഴും ഇരിക്കുന്നു. ചൊക്ലിയിലൊരു വോട്ടർ തന്നെ ക്യൂവിൽ നിന്ന് മരിച്ച സംഭവം ഉണ്ടായി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ എടുക്കേണ്ടതൊരു സമീപനമായിരുന്നു. അതോടൊപ്പം തന്നെ പല സ്ഥലത്തും ആളുകൾ ഇന്ന് 6 മണിക്ക് തന്നെ പോൾ ചെയ്ത് തീരാൻ സാധ്യതയില്ല. അതുകൊണ്ട് വൈകുന്നേരം എത്തുന്ന എല്ലാ വോട്ടർമാർക്കും പോൾ ചെയ്ത് കഴിയുന്നത് വരെ സംവിധാനം ഉണ്ടാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകം ഇടപെടണം. 6 മണിക്ക് മുമ്പ് ക്യൂവിലെത്തിയിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും പോൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉറപ്പുവരുത്താനുള്ള ക്രമീകരണം എല്ലാ ബൂത്തുകളിലും ഉണ്ടാക്കണം. ഈ ബൂത്തുകളിൽ പല സ്ഥലത്തും ഈ വളരെയധികം ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് അതിനുള്ള ക്രമീകരണവും ബൂത്തുകളിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു. അത്തരമൊരു ക്രമീകരണവും ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയ അപാകതയാണെന്നാണ് ചൂണ്ടിക്കാൻ കഴിയുന്നത്. ഈ രാഷ്ട്രീയത്തിന് ശേഷം അക്രമങ്ങൾ നടക്കും എന്നൊരു വ്യാപകമായ പോളിംഗിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ സമാപന ദിവസം എല്ലാ സ്ഥലത്തും അക്രമങ്ങൾക്ക് മുൻകൈയെടുത്തത് കോൺഗ്രസ്സാണ്. ആസൂത്രിതമായ അക്രമങ്ങളായിരുന്നു കോൺഗ്രസ് പല സ്ഥലത്തും അടിച്ചുവിടുന്നത്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു നാടകം തന്നെ അവർ കളിക്കുന്ന സ്ഥിതിയുണ്ടായി. ആലത്തൂർ മണ്ഡലത്തിലും ബോധപൂർവമായിട്ട് കുഴപ്പമുണ്ടാക്കി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആക്രമണം നടന്നു എന്നുള്ള കള്ളപ്രചാരനം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇതവരുടെ എല്ലാ കാലത്തുള്ള പരിപാടിയാണ്. അക്രമം എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി അവർ തന്നെ പ്രകോപനം ഉണ്ടാക്കുക, എന്നിട്ട് അക്രമങ്ങൾ ചെയ്യുക, എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് അക്രമം, മാർക്സിസ്റ്റ് അക്രമം എന്ന് പ്രചരിപ്പിക്കുക. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇരയാണ് ഈ വടകരയിൽ മത്സരിക്കുന്ന P. ജയരാജൻ. P. ജയരാജനെ ഭിന്നശേഷിക്കാരനാക്കി മാറ്റിയ BJP UDF കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള വമ്പിച്ചൊരു മുന്നേറ്റമായിരിക്കും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഈ വടകര മണ്ഡലത്തിലെ വോട്ടിങ്ങിൻ്റെ രീതി മനസ്സിലാക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. UDF ഭയങ്കര ആത്മവിശ്വാസമാണ്. എല്ലാ കാലത്തും ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുമെന്നുള്ള പൂർണ്ണ ശുഭാപ്തി വിശ്വാസം വോട്ട് ചെയ്തിട്ട് പ്രകടിപ്പിച്ച ഒരാളായിരുന്നു. മാത്രമല്ല വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പോളിംഗ് ദിവസം LDFനാണ് ഭൂരിപക്ഷമെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഉമ്മൻചാണ്ടി പറഞ്ഞു അവസാനത്തെ റിസൾട്ട് വരട്ടെ. അവസാനത്ത് വന്നിട്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ അദ്ദേഹം തോൽവി സംഭവിച്ചിട്ടുണ്ട്. അതേ അവസ്ഥയാണ് ഇത്തവണയും ഉമ്മൻചാണ്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. മുല്ലപ്പള്ളിക്കും ഇത് തന്നെയാണ് സംഭവിക്കുക. മുല്ലപ്പള്ളിയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഒരു 220 വോട്ടേജ് കത്തിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മാത്രമേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ സംസാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കുമെന്നൊക്കെ കേരളത്തെക്കുറിച്ചൊരു മണ്ഡലത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും സാധിക്കും. അപ്പോൾ അതെല്ലാം വെറുതെ ഇങ്ങനെ ബടായി അടിച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന പൊയ്വടിയല്ലാതെ ഇതെല്ലാം ആര് വിശ്വസിക്കാനാണ്? ഇതിനൊന്നും വലിയ ആയുസില്ല
ഏതായാലും ഒരു മാസം എണ്ണാൻ ബാക്കിയുള്ളത് കൊണ്ട് അത്ര വരെ ഈ പറയുന്ന പ്രചാരണങ്ങൾ ഇത്തവണ നിൽക്കും എന്നൊരു ഗുണം ഇത്തവണ കിട്ടും. അതുകൊണ്ട് UDF-നും BJP-ക്കും കനത്ത തിരിച്ചടിയാണ് കിട്ടുക. BJP-ക്ക് ഇത്തവണയും ഒരു സീറ്റിലും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. എല്ലാ സ്ഥലത്തും BJP ഇത്തവണ 3-ാം സ്ഥാനത്തായിരിക്കും. ഒരു സ്ഥലത്തും BJP-ക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് ഈ പോളിങ്ങിൻ്റെ രീതി വ്യക്തമാക്കുന്നത്. ഇന്നലത്തോടു കൂടി എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണി മുൻകൈ നേടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2004 ഞങ്ങൾക്ക് 20-ൽ 18 കിട്ടിയത്. ചിലപ്പോൾ ഇത്തവണ ഒന്നുകൂടി കൂടിയെന്ന് വരും. അതാണ് ഇത്തവണ ചരിത്ര വിജയത്തിലേക്ക് LDF എത്തുമെന്നുള്ളതിൻ്റെ സൂചനയാണ് പുറത്തു വന്നിട്ടുള്ളത്.